നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു പ്രായം, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സുഖകരമായ കാലഘട്ടം. ഈ കാലഘട്ടത്തിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക, കൂട്ടുകൂടുക, ലോകത്തെ അറിയാൻ ശ്രമിക്കുക. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണോ വരിക? നിങ്ങൾ നിന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്തൊക്കെ ഉപകരണമാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത്? മഴ വരുമ്പോൾ ചൂടൻ കൊട, പല വിധത്തിലുള്ള പഠനക്കടലാസുകളാൽ പൊതിഞ്ഞ പുസ്തകങ്ങൾ, പല കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ പിക്ചറുള്ള ബാഗ്, പെൻസിൽ ബോക്സുകൾ, റബ്ബർ, കോമ്പസ്, പെൻസിൽ, പിന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള യൂണിഫോം, അങ്ങനെ എന്തെല്ലാം അല്ലേ? ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട രീതിയിൽ വളർന്ന ഒരു അശോകനെ നിങ്ങൾ ചിന്തിക്കാൻ കഴിയും. അന്നൊരു അശോകനായിരുന്നു, നിർധനായ മരമെട്ടുകാരന്റെ മകൻ അശോകൻ. ഞങ്ങളെ വീട്ടിൽ നിന്ന് പട്ടിണിയായിരുന്നു. ഒരു നേരം കഷ്ടിച്ചുണ്ടായി. എൻ്റെ അമ്മ പ്രസവിച്ചപ്പോഴേ വിട്ടുപോയി. എനിക്ക് വേറെ സഹോദരന്മാരില്ല. എൻ്റെ അച്ഛൻ രാമചന്ദ്രൻ ഒരു മരമെട്ടുകാരൻ. ഞങ്ങൾ ചെറിയ കുടുംബത്തിനകത്ത് താമസിച്ചത്. പലപ്പോഴും ഞാൻ സ്കൂളിൽ വെച്ച് പല വീടുകളുണ്ട്, പല കളിയാക്കളുടെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മരമെട്ടുകാരൻ മോൻ പറഞ്ഞത് അന്നത്തെ വിഷമവും വന്ന് താങ്ങാതെ ദിവസമുണ്ട്. പക്ഷെ ആ വേദനകളിലും നമുക്ക് ദൈവം എന്തെങ്കിലും വെച്ചിട്ടും ഒരാശ്വാസം. അങ്ങനെ എൻ്റെ ആശ്വാസം എൻ്റെ ബാലൻ, എൻ്റെ കൂട്ടുകാരൻ. ബാലൻ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവന്റെ നന്മയാണ്, അവന്റെ പ്രാർത്ഥനയാണ്, അവന്റെ സുഹൃതമാണ്. ഒരിക്കൽ ക്ലാസ് ഞാൻ തലകറിഞ്ഞപ്പോ ക്ലിനിക്കിലാണ്. ആരോഗ്യമായി, പക്ഷെ കടലിട്ട് മുടിയൊക്കെ ചുരുണ്ട്. എന്റെ ബാലൻ അവന്റെ ചോട്ട് മാത്രം എനിക്ക് കിട്ടുന്നു. അവനിലൂടെയാണ് ഞാൻ ജീവിച്ചത്. എന്റെ വിശപ്പടക്കിയത് അവൻ തരുന്ന ഭക്ഷണത്തിലൂടെയാണ്. ഞങ്ങളുടെ കുട്ടിക്കാലം വളരെ നല്ലതായിരുന്നു. അവനുള്ളത് കൊണ്ട് ഞാൻ വിഷമം അറിഞ്ഞില്ല. ഹോംവർക്കിയായി മറന്നുപോയപ്പോ അവൻ അവന്റെ പേര് പറഞ്ഞ് ഞാൻ കാരണമാണ് ഹോംവർക്ക് ചെയ്യാത്തത് എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടേണ്ട തന്നുകളെല്ലാം അങ്ങനെ എഴുതി വിടുകയായിരുന്നു. എന്നെ അവൻ സ്വപ്നം കാണാൻ പഠിച്ചു, പല കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു, ജീവിതം എന്ന് പഠിച്ചു. എന്നിൽ നല്ല നടനുണ്ട് എന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞത് അവനാണ്. സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോയപ്പോൾ
കാവില് കടക്കമിട്ട് കാശുമായി അവനവൻ്റെ കൈ എന്നെ നിലക്ക് നീട്ടി. കണ്ണോട് ഞാൻ ചോദിച്ചു, ബാല, ഈ കടക്കൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? അപ്പൊ അവൻ ചെറിയ പുഞ്ചിരിയിലൂടെ പറഞ്ഞു, നീ ഈ കടകളൊന്നും വീട്ടണ്ട. പക്ഷെ ഒരു നാൾ എന്നെ പോലെ ഒരു ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമായിട്ട് തരും. അപ്പോ എന്നെ ഓർത്ത് നീ അവനെ സഹായിച്ചാൽ മതി. നീ വലിയ നിലയിലെത്തുന്നത്. എന്റെ ബാലൻ